ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്രൂവേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്നിയുടെ ഒരു അത്യുഗ്രൻ അഡ്വഞ്ചർ സിനിമയായ മോവാനയാണ്. സാധാരണ രാജകുമാരികളെ പോലെ കൊട്ടാരത്തിലിരിക്കാതെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് നടുകടലിലേക്ക് ഇറങ്ങുന്ന ഒരു കിടിലൻ നായികയാണ് മോവാന. കൂട്ടിന് ഫുൾ ജാടയുള്ള ഒരു സൂപ്പർ ഹീറോയും ഒട്ടും ബുദ്ധിയില്ലാത്തൊരു മണ്ടൻ കോഴിയും. ഫുൾ കോമഡിയും ത്രിൽസും മാജിക്കും നിറഞ്ഞ ഈ യാത്ര ശരിക്കും നിങ്ങളെ ത്രില്ലടിപ്പിക്കും. അപ്പോൾ കഥയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി. അപ്പോൾ സമയം കളയാൻ നമുക്ക് നേരെ കഥയിലോട്ട് വിട്ടാലോ. കഥ തുടങ്ങുന്നത് തന്നെ ഒരു കിടിലൻ ഫ്ലാഷ് ബാക്കിലൂടെയാണ്. പണ്ട് ഈ ലോകത്ത് കരയേ ഇല്ലായിരുന്നു, ഫുൾ വെള്ളം മാത്രം. അപ്പോഴാണ് ടീ ഫിത്തി എന്ന പേരുള്ള പ്രകൃതിയുടെ ഒരു ദേവി വരുന്നത്. ദേവി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യരൂപമല്ല, പച്ചപ്പും മലകളും ഒക്കെ ചേർന്ന ഒരു വലിയ ദ്വീപ് തന്നെയാണ് ദേവി. ഈ ദേവിയുടെ നെഞ്ചിൽ ഒരു ചെറിയ പച്ചക്കല്ലുണ്ട്. അതാണ് ദേവിയുടെ ഹാർട്ട് ഓഫ് ദ ഫിത്തി. ഈ ഹാർട്ട് ഉപയോഗിച്ചാണ് ദേവി ലോകത്ത് മുഴുവൻ മരങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. ഇത്രയും പവറുള്ളൊരു സാധനം അവിടെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അത് അടിച്ചു മാറ്റാൻ തോന്നും, അത് ഉറപ്പാണല്ലോ. അങ്ങനെ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ മയൂവി വരുന്നത് കക്ഷി ഒരു ഡെമിഗോഡാണ്. അതായത് പകുതി മനുഷ്യനും പകുതി ദൈവവും. ആളെ കണ്ട വലിയ മസിലൊക്കെയുള്ള ഒരു ഗുണ്ടയെ പോലെ ഇരിക്കും. രൂപം മാറാൻ സഹായിക്കുന്ന ഒരു വലിയ മാന്ത്രിക ചൂണ്ടയും മാജിക്കൽ ഫിഷ് ഹുക്ക് അയാളുടെ കയ്യിലുണ്ട്. മയൂവി നേരെ പോയി ആ കല്ലങ്ങോട്ട് അടിച്ചു മാറ്റി. പക്ഷേ അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കല്ല് പോയതും ദേവി നശിക്കാൻ തുടങ്ങി. ലോകത്ത് ഇരുട്ട് പരന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കടലിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് കടലിനടിയിൽ നിന്നൊരു വലിയ ഭീകരജീവി വരുന്നു, ടീക്ക. ലാവയും തീയും കൊണ്ടുള്ള ആ ഭീകരനായ രാക്ഷസൻ ഈ ലാവ മോൺസ്റ്റർ മായുവിൻ്റെ ഒറ്റയടി. അടിയുടെ പവറിൽ മായുവിയുടെ കയ്യിൽ നിന്ന് ആ കല്ലും അവൻ്റെ മാന്ത്രിക ചൂണ്ടയും തെറിച്ച് കടലിനടിയിലോട്ട് പോയി. മായുവിയും എങ്ങോട്ടോ തെറിച്ചുപോയി. അന്നു മുതൽ ആ കല്ലും ചൂണ്ടയും ആർക്കും കിട്ടിയിട്ടില്ല. ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ നായികയുടെ മുത്തശ്ശിയാണ്. ബാക്കി കുട്ടികളൊക്കെ ഈ മോൺസ്റ്ററിൻ്റെ കഥ കേട്ട് പേടിച്ച് വിറയ്ക്കുമ്പോൾ നമ്മുടെ കൊച്ചു മോവാനയ്ക്ക് മാത്രം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവും ഇവൾ സാധാരണ കുട്ടിയല്ല, ആളൊരു സംഭവമാണെന്ന്. അങ്ങനെ ഒരിക്കൽ കൊച്ചു മോവാന കടൽ തീരത്ത് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മാജിക്ക് നടക്കുന്നു. കടൽ വെള്ളം ഒരു ജീവനുള്ള ആളെ പോലെ വന്ന് അവളുടെ കൂടെ കളിക്കാൻ തുടങ്ങുന്നു. കടൽ വെള്ളം അവളുടെ മുടിയിലൊക്കെ തൊട്ട് കളിച്ച് അവസാനം ആ പഴയ പച്ചക്കല്ല് അവളുടെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോകം മുഴുവൻ രക്ഷിക്കാനുള്ള വലിയൊരു ടാസ്ക് ആ വലിയ കടൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കൊച്ചുകുട്ടിയെയാണ്. പക്ഷേ പെട്ടെന്ന് അവളുടെ അച്ഛൻ അവിടേക്ക് വരുന്നത് കണ്ട് ആ കല്ല് അവളുടെ കയ്യിൽ നിന്നും താഴെ പോകുന്നു. കടൽ അത് തിരികെ എടുക്കുന്നു. അച്ഛൻ അവളെ വേഗം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ അച്ഛനമ്മമാർ വന്നിട്ട് ചെവിക്ക് പിടിച്ച് കൊണ്ടുപോകാറില്ലേ, സെയിം അവസ്ഥ. പിന്നെ നമ്മൾ കാണുന്നത് മോവാന കുറച്ചുകൂടി വലുതായതാണ്. അവളുടെ അച്ഛൻ ചീഫ് തുയി ആ ദ്വീപിൻ്റെ ലീഡറാണ്. അച്ഛൻ്റെ മെയിൻ ഡയലോഗ് ഇതാണ്: ആരും ആ കാണുന്ന അതിർത്തിക്ക് അപ്പുറത്തേട്ട് പോകാൻ പാടില്ല. അച്ഛന് കടൽ ഭയങ്കര പേടിയാണ്. കാരണം പണ്ട് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കടലിൽ പോയിട്ട് തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഈ ദ്വീപിലുണ്ട്, പുറത്തേക്ക് ആരും പോകരുത് എന്ന്. മോവാനയെ ആ ദ്വീപിൻ്റെ അടുത്ത ലീഡർ ആക്കാനാണ് അച്ഛൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അവൾക്ക് ഈ ദ്വീപിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ബോറടിയാണ്. അവൾക്ക് എപ്പോഴും കടലിലോട്ട് നോക്കി നിൽക്കാനാണ് ഇഷ്ടം. എങ്ങനെയെങ്കിലും ആ അതിർത്തി കടന്ന് പോകണം എന്നാണ് അവളുടെ ആഗ്രഹം. അച്ഛൻ്റെ റൂൾസും അവളുടെ ആഗ്രഹവും തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൽ വലിയൊരു പ്രശ്നം വന്നു. തേങ്ങയൊക്കെ കറുത്ത് കേടാകുന്നു, മരങ്ങൾ ഉണങ്ങുന്നു, കടലിൽ മീനുകളെ ഒന്നും കിട്ടുന്നില്ല. പണ്ട് മായൂവി ആ കല്ല് മോഷ്ടിച്ചതിൻ്റെ ഫലം ഇപ്പോഴാണ് ഈ ദ്വീപിലേക്ക് എത്തിയത്. അപ്പം മോവാന പറഞ്ഞു, അച്ഛൻ നമുക്ക് ആ അതിർത്തി കടന്ന് പോയി നോക്കാം, അവിടെ മീനുണ്ടാകും. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. അവസാനം അവൾ ആരും അറിയാതെ ഒറ്റയ്ക്കൊരു ചെറിയ വെള്ളത്തിൽ പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ വലിയ തിരമാല വന്ന് അവൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അവൾക്ക് തോന്നി, ശരിയാണ്, എന്നെക്കൊണ്ട് കടലിൽ പോകാൻ പറ്റില്ല എന്ന്. അവൾ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർ കൂള് മുത്തശ്ശി താല സീനിലോട്ട് വരുന്നത്. ആ ദ്വീപിൽ മോവാനയുടെ ആഗ്രഹം മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ മുത്തശ്ശി മാത്രമാണ്. മുത്തശ്ശി അവളെ ഒരു രഹസ്യ ഗുഹയിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ മോവാന ശരിക്കും ഞെട്ടിപ്പോയി. നിറയെ വലിയ പായ് കപ്പലുകൾ, വോയേജിങ് കനോയ്സ് അവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. മുത്തശ്ശി ഒരു കിടിലൻ സത്യം പറയുന്നു: മോളെ, നമ്മൾ പണ്ട് വെറും ദ്വീപിൽ ഇരിക്കുന്നവരായിരുന്നില്ല, ലോകം ചുറ്റിക്കറങ്ങുന്ന വലിയ നാവികരായിരുന്നു, വോയേജേഴ്സ്. മായൂവി ആ കല്ല് മോഷ്ടിച്ചതിന് ശേഷമാണ് കടലിൽ വലിയ ഭീകരജീവികൾ വന്നതും യാത്ര നിർത്തിയതുമെന്ന് മുത്തശ്ശി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ പച്ചക്കല്ല് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് മുത്തശ്ശി പറയുന്നു, കടൽ നിന്നെയാണ് തിരഞ്ഞെടുത്തത്, നീ പോയി ആ അഹങ്കാരി മായുവിനെ കണ്ടുപിടിച്ച് ഈ കല്ല് തിരികെ വെപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ മോവാനയ്ക്ക് വലിയ കോൺഫിഡൻസ് വരുന്നു. എൻ്റെ ആഗ്രഹം വെറുതെ അല്ല, എൻ്റെ രക്തത്തിലുള്ള കാര്യമാണ് ഈ കടൽ യാത്ര എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പെട്ടെന്ന് അവിടെ ഒരു സങ്കടമുള്ള കാര്യം നടക്കുന്നു. മുത്തശ്ശിക്ക് വയ്യാതാവുകയും മരിക്കുന്നതിന് മുമ്പ് മോവാനയോട് ഉടനെ യാത്ര തുടങ്ങാൻ പറയുകയും ചെയ്യുന്നു.
മുത്തശ്ശിയുടെ ആത്മാവ് ഒരു വലിയ തിരണ്ടിയായി മാറി കടലിലോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഈ ഒരു ധൈര്യത്തിൽ നമ്മുടെ നായിക രാത്രിക്ക് രാത്രി എസ്കേപ്പ് ആവുകയാണ്. അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് വിചാരിച്ചാൽ തെറ്റി. ഒരു സർപ്രൈസ് പാസഞ്ചർ ആ വെള്ളത്തിലുണ്ടായിരുന്നു. ഹൈ ഹൈ എന്നു പേരുള്ള ഒരു പൊട്ടൻ കോഴി. ഗായ്സ്, ഈ കോഴിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ലോകത്ത് ഇത്രയും ബുദ്ധിയില്ലാത്തൊരു ജീവി വേറെ ഉണ്ടാവില്ല. പാറക്കല്ല് കണ്ടാൽ തീറ്റയാണെന്ന് വിചാരിച്ച് കൊത്തി തിന്നുന്ന ഒരു ഒന്നാന്തരം മണ്ടൻ. എപ്പോഴും കടലിലോട്ട് നോക്കി എടുത്തു ചാടും. പിന്നെ മോഹന വേണം ഇവനെ പിടിച്ചു കയറ്റാൻ. ഇത്രയും വലിയൊരു മിഷൻ ചെയ്യാൻ പോകുമ്പോൾ കൂട്ടിനൊരു സിംഹമോ പുലിയോ ഒക്കെ വേണ്ടേ? അതിന് പകരമാണ് ഈ മണ്ടൻ കോഴി. കടലിൽ വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് മോഹന ഒരു ദ്വീപിൽ ചെന്ന് അടിയുന്നു. അവിടെ വെച്ചാണ് നമ്മൾ അവനെ കാണുന്നത്, നമ്മുടെ തള്ളുവീരൻ മായൂവി. മോഹന വിചാരിച്ചത് അവൻ വന്ന് സോറി മോളെ, ഞാൻ കാരണം ലോകം നശിച്ചല്ലേ, വാ നമുക്ക് ശരിയാക്കാമെന്ന് പറയുമെന്നാണ്. പക്ഷെ അവൻ ഭയങ്കര അഹങ്കാരത്തിലാണ്. അവൻ്റെ ദേഹം മുഴുവൻ ടാറ്റു ആണ്. അതിലൊരു കുഞ്ഞു ടാറ്റു ഉണ്ട്, മിനി മായൂവി. ആ ടാറ്റുവിന് ജീവനുണ്ട്. അത് മായൂവിയുടെ മനസാക്ഷി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. മായൂവി മോഹനയെ കണ്ടതും ഒരു പാട്ടൊക്കെ പാടി അവളൊരു ഗുഹയിൽ പൂട്ടിയിട്ട് അവളുടെ വെള്ളവും അടിച്ചു കയറ്റി ഒറ്റ മുങ്ങൽ. പക്ഷേ കടൽ മോഹനയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? കടൽ അവളെ വീണ്ടും എടുത്ത് ആ വെള്ളത്തിൽ കൊണ്ടിടും. മായൂവിക്ക് ആകെ ഷോക്കായി. അവൻ അവളെ കടലിലോട്ട് വലിച്ചെറിയും. കടൽ വീണ്ടും അവളെ വള്ളത്തിൽ കൊണ്ടുപോയിടും. അവസാനം ഗതിയില്ലാതെ അവൻ അവളെയും കൂട്ടി യാത്ര തുടരുന്നു. അവർ തമ്മിലുള്ള സംസാരം ഭയങ്കര കോമഡിയാണ്. മായൂവി അവളെ എപ്പോഴും കളിയാക്കും, പക്ഷേ മോഹന വിട്ടുകൊടുക്കില്ല. മായൂവിക്ക് ഈ കല്ല് തിരികെ വയ്ക്കാൻ താല്പര്യമില്ല, കാരണം അത് ശാപമാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ മോഹന അവനെ കൺവിൻസ് ചെയ്യുന്നു. ആ കല്ല് തിരികെ വെച്ചാൽ ലോകം മുഴുവൻ നിന്നൊരു ഹീറോ ആയി കാണുമെന്ന് പറയുന്നു. ഹീറോ ആവാൻ അവന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ സമ്മതിക്കുന്നു. അവർ പോകുന്ന വഴിക്ക് ഒരു വലിയ ശത്രുക്കൾ വരികയാണ്. കണ്ടാൽ വലിയ ക്യൂട്ടായ ചെറിയ തേങ്ങകൾ. പേര് കക്കമോര. പക്ഷേ ആളുകൾ കൊടും വിഷമുള്ള അമ്പുകൾ എയ്യുന്ന വലിയ കടൽ കൊള്ളക്കാരാണ്. അവർ വലിയ വലിയ കപ്പലുകളിലാണ് വരുന്നത്. ഈ സമയത്താണ് നമ്മുടെ കോഴി ഹൈ ഹൈ ആ പച്ചക്കല്ല് വിഴുങ്ങുകയും ആ കോഴിയെ തേങ്ങകൾ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. പിന്നെ അവിടെ നടക്കുന്ന ഫൈറ്റ് സീൻ ഒരു ഒന്നൊന്നര ആക്ഷൻ സീനാണ്. മോഹന ഒരു നിഞ്ചയെ പോലെ അവരുടെ കപ്പലിലോട്ട് ചാടിക്കയറി ഫൈറ്റ് ചെയ്ത് കോഴിയെ രക്ഷിക്കുന്നു. ഇത് കാണുമ്പോൾ മായൂവിക്ക് മനസ്സിലാകും ഇവൾ വെറും കുട്ടിയല്ല, ആളൊരു പുലിയാണെന്ന്. അടുത്ത ടാസ്ക് എന്തെന്ന് വെച്ചാൽ മായൂവിക്ക് അവൻ്റെ മാന്ത്രിക ചൂണ്ട വേണം. അത് ഇപ്പോൾ കിടക്കുന്നത് രാക്ഷസന്മാരുടെ ലോകത്തുള്ള തമാത്തോവ എന്നൊരു വലിയ ഞണ്ടിൻ്റെ കയ്യിലാണ്. ഈ ഞണ്ടിന് ഒരു വീക്ക്നെസ് ഉണ്ട്. സ്വർണവും തിളങ്ങുന്ന സാധനങ്ങളും കണ്ടാൽ കക്ഷിക്ക് ഭ്രാന്താകും. അവർ അവിടെ ചെല്ലുമ്പോൾ മോഹൻ ഒരു വ്യാജ തിളങ്ങുന്ന കല്ല് കാണിച്ച് ഞണ്ടിനെ പറ്റിക്കുകയും ആ ഗ്യാപ്പിൽ മായൂവി പോയി ചൂണ്ട അടിച്ചു മാറ്റുകയും ചെയ്യുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ചൂണ്ട കിട്ടിയതുകൊണ്ട് മായൂവിക്ക് അത് കറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ വലിയ പരുന്താവാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പന്നിയാകും, അല്ലെങ്കിൽ വേറെ വല്ല ജീവിയുമാകും. ഞണ്ട് അവരെ കൊല്ലാൻ വരുമ്പോൾ ഒരു വിധത്തിലാണ് അവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മായൂവിക്ക് മോഹനയോട് ഒരു വലിയ റെസ്പെക്റ്റ് തോന്നുന്നു. അവൻ അവൾക്ക് കടലിൽ എങ്ങനെ യാത്ര ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. രാത്രി ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയും കാറ്റിൻ്റെ ഗതി നോക്കിയുമൊക്കെ എങ്ങനെയാണ് കപ്പൽ ഓടിക്കുക എന്ന് അവൾ പഠിക്കുന്നു. ഈ സമയത്ത് മായൂവി അവൻ്റെ ഒരു പഴയ സങ്കടം അവളോട് പറയുന്നുണ്ട്. അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും അവനെ കടലിലോട്ട് വലിച്ചെറിഞ്ഞതാണ്. പിന്നെ ദൈവങ്ങളാണ് അവനെ വളർത്തിയത്. അതുകൊണ്ട് മനുഷ്യർ തന്നെ സ്നേഹിക്കാൻ വേണ്ടി അവൻ ഈ കല്ല് മോഷ്ടിച്ചതാണെന്നൊക്കെ. പുറമേ ഭയങ്കര അഹങ്കാരം കാണിക്കുമെങ്കിലും ഉള്ളിലൊരു പാവമാണ് നമ്മുടെ മായൂവി. അങ്ങനെ അവർ അവസാനം ടീഫിത്തിയുടെ ദ്വീപിലെത്തുന്നു. അവിടെ അവരെ കാത്ത് ആ ലാവ മോൺസ്റ്റർ ടീക്ക നിൽക്കുന്നു. ഭയങ്കരമായ യുദ്ധം നടക്കുന്നു. പക്ഷേ മായൂവിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ആ ലാവ മോൺസ്റ്റർ മായൂവിയുടെ ചൂണ്ടയിൽ ഒരൊറ്റ അടി കൊടുക്കുന്നു. ചൂണ്ട പൊട്ടാൻ തുടങ്ങി. ചൂണ്ട പൂർണ്ണമായും പൊട്ടിയാൽ പിന്നെ തനിക്കൊരു പവറും ഉണ്ടാവില്ല എന്ന് പേടിച്ച് മായൂവി മോഹനയെ അവിടെ തനിച്ചാക്കി തിരിച്ചു പോകുന്നു. അവൻ പറയുന്നു, എനിക്ക് എൻ്റെ ജീവനാണ് വലുതെന്ന്. മോഹന ആകെ തകർന്നുപോയി. അവൾ കരഞ്ഞുകൊണ്ട് കടലിനോട് പറയുന്നു, എന്നെ കൊണ്ട് പറ്റില്ല, നീ ഈ കല്ല് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയെന്ന്. അവൾ ആ കല്ല് കടലിലോട്ട് തന്നെ ഇട്ടു കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കും എല്ലാം ഇവിടെ തീർന്നു എന്ന്. ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശിയുടെ ആത്മാവ് ഒരു തിളങ്ങുന്ന രൂപത്തിൽ അവൾക്ക് ആ ധൈര്യം കൊടുക്കുന്നത്. മുത്തശ്ശി ചോദിക്കുന്നു, നീ ആരാണ് എന്ന്. അപ്പോൾ മോഹന മനസ്സിലാകുന്നു അവൾ വെറും ഒരു പെൺകുട്ടിയല്ല, അവൾ കടൽ തിരഞ്ഞെടുത്ത ഒരു ലീഡറാണെന്ന്. അവൾ കടലിൻ്റെ അടിയിൽ പോയി ആ കല്ല് തിരികെ എടുക്കുന്നു. ഞാൻ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. അവൾ ഒറ്റയ്ക്ക് പോയി മോൺസ്റ്ററിനെ പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ പകുതി വഴിയിൽ വെച്ച് മായൂവി വീണ്ടും തിരിച്ചു വന്ന് അവളെ സഹായിക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. മായൂവി മോൺസ്റ്ററിനെ തടഞ്ഞു നിർത്തുമ്പോൾ
മൊവാന നേരെ ആ ദ്വീപിലോട്ട് ഓടുകയാണ്. ആ ഫൈറ്റിൽ മായുവിയുടെ ചൂണ്ട പൂർണ്ണമായും പൊട്ടിപ്പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവൾ ആ വലിയ സത്യം മനസ്സിലാക്കുന്നത്. എന്താണെന്നല്ലേ, അവിടെ ടീഫിറ്റി ദേവിയെ കാണുന്നില്ല. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ആ ഭയങ്കരനായ ലാവ മോൺസ്റ്ററിൻ്റെ നെഞ്ചിൽ ആ കല്ല് വയ്ക്കാനുള്ളൊരു കുഴിയുണ്ട്. അതായത് ലാവ മോൺസ്റ്റർ വേറെ ആരുമല്ല, ഹാർട്ട് നഷ്ടപ്പെട്ട ടീഫിറ്റി ദേവി തന്നെയാണെന്ന്. ഇതാണ് ആ സിനിമയിലെ ഏറ്റവും കിടിലൻ മെസ്സേജ്. കോപമുള്ള പലരുടെയും ഉള്ളിൽ ചിലപ്പോൾ ഒരു സങ്കടവും ഉണ്ടാവും. മൊവാന ധൈര്യമായി കടലിനോട് മാറി നിൽക്കാൻ പറയുന്നു. കടൽ രണ്ടായി മാറുന്നു. ആ വലിയ തീർപ്പർവ്വതം പോലെയുള്ള മോൺസ്റ്റർ മൊവാനയുടെ അടുത്തേട്ട് വരുന്നു. മൊവാന വളരെ സ്നേഹത്തോടെ ആ പച്ചക്കല്ല് മോൺസ്റ്ററിൻ്റെ നെഞ്ചിൽ വെച്ച് കൊടുക്കുന്നു. കല്ല് നെഞ്ചിൽ വെച്ചതും ആ ഭയങ്കരനായ മോൺസ്റ്റർ മാറി പഴയ പോലെ വളരെ സുന്ദരിയായ പച്ചപ്പുള്ള ടീഫിറ്റി ദേവിയായി മാറുന്നു. ലോകം വീണ്ടും പഴയതുപോലെ ഉഷാറാവുന്നു. മായൂവി വന്ന് ദേവിയോട് സോറി പറയുന്നു. ദേവി അവന് പുതിയൊരു കിടിലൻ ചൂണ്ട ഉണ്ടാക്കി കൊടുക്കുന്നു. മൊവാന വീണ്ടും അവളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവരും ഭയങ്കര സന്തോഷം. അച്ഛനും അവളെ ഓർത്ത് അഭിമാനിക്കുന്നു. അവസാനം അവൾ അവളുടെ നാട്ടുകാരെയും കൂട്ടി പുതിയ പുതിയ ദ്വീപുകൾ തേടി യാത്ര ചെയ്യുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.